ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് വ്യത്യസ്തമായ ഒരു മസ്അലയുമായിട്ടാണ് റാജി വിഷൻ നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. നമ്മളുടെ നാടുകളിലൊക്കെ ഇബാദത്തുകൾ ചെയ്യാൻ, നിസ്കരിക്കാൻ, മറ്റുള്ള സൗകര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പ്രത്യേകിച്ച് പള്ളികൾ ഒരു മഹലിൽ തന്നെ 3-ൽ ചുരുങ്ങാത്ത പള്ളിയിലുള്ള മഹലുകളാണ് മിക്ക മഹലുകളും. അഥവാ ഒരു ജുമാഅത്ത് പള്ളി ഉണ്ടാവും, 2-3 നിസ്കാര പള്ളികൾ ഉണ്ടാവും. പഴയ കാലങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അന്ന് നിസ്കരിക്കാൻ ആളുകളും കുറവായിരുന്നു. ഇന്ന് നിസ്കരിക്കാൻ ആൾക്കാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് പള്ളികളുമുണ്ട്. പക്ഷെ പള്ളികളിൽ മോടികൾ വളരെ കൂടുതലുള്ളൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായ പള്ളികൾ ഇന്ന് ലോകത്തുണ്ട്. കോഴിക്കോടൊക്കെ പോയാൽ ഒരുപാട് പള്ളികളുണ്ട്, പല പേരിലറിയപ്പെടുന്ന പള്ളികൾ. അതൊക്കെ ടൗണുകളിലാണ് പ്രത്യേകിച്ചും. ഒരു വിഭാഗം ഒരു പള്ളി ഉണ്ടാക്കിയാൽ മറുവിഭാഗം ഉണ്ടാക്കുന്ന പള്ളി അതിനേക്കാളും കാണാൻ രസകരമായിരിക്കും. ഡെക്കറേഷൻ, അതുപോലെ ലൈറ്റ് സൗകര്യങ്ങൾ, അതുപോലെ മറ്റുള്ള വിഷയങ്ങളൊക്കെ. ജനങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പള്ളികളിൽ വേണം. അഥവാ AC സംവിധാനം, അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആവശ്യം തന്നെയാണ്, അനാവശ്യമല്ല. കാരണം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫാൻ കൊണ്ടൊന്നും നമ്മളെ ചൂട് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ AC കളൊക്കെ പള്ളികളിൽ ജനങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾക്കാണ്. മോടികൾ ഒരുപാടുണ്ട്. മോടി കൂട്ടുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കണില്ല. കാരണം അള്ളാഹുവിൻ്റെ പള്ളിയല്ലേ, നമ്മളെ വീട് ഒരുപാട് മോടി ഉണ്ടാവും, ആ പള്ളിയും കുറച്ച് മോടിയൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മസ്അല ചർച്ച ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത്. മോടി കൂട്ടാൻ വേണ്ടി പള്ളി പൊളിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പള്ളിക്ക് തകരാറൊന്നുമില്ല, പള്ളി ആളുകൾ നിസ്കരിക്കാനുള്ള സൗകര്യവും പള്ളിയിലുണ്ട്. പക്ഷേ പള്ളി മോടി പോരാ, പഴയ പള്ളിയാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് മോടി കൂട്ടാമെന്ന് മനസ്സിലാക്കിയിട്ട് പള്ളിയാണ് പൊളിച്ച് പുതിയൊരു പള്ളി ഉണ്ടാക്കുക, അല്ലെങ്കിൽ പള്ളി പകുതി ഭാഗം പൊളിച്ച് ഒന്ന് മോടിയിലാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇസ്ലാമികമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് തെറ്റാണ്. മോടി കൂട്ടാൻ വേണ്ടി പള്ളി പൊളിക്കാൻ പാടില്ല എന്നാണ് ഷാഫി മദ്ഹബ്. വിശാലതയ്ക്ക് വേണ്ടി ചെയ്യാം. ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന, ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം പള്ളിയിലില്ലെങ്കിൽ പള്ളി വലുപ്പം കൂട്ടാം. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലയുടെ ഫതാവൽ കുബ്ര 3-ാമത്തെ വാള്യം 246-ാമത്തെ പേജിലെ ഒരു ഇബാറത്ത്. സുഇല, മഹാനായ ഇബ്നു ഹജർ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അൻ നഖ്ലിൽ മസ്ജിദി വ തൗസീഇഹി ഹൽ യജൂസു, പള്ളി വിശാലമാക്കുക, അങ്ങനെ അതിനുവേണ്ടി പള്ളി പൊളിക്കുക, ഇതൊക്കെ ശരിയാണോ, ജായിസാണോ എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലയോട് ചോദിച്ചു. വിശാലമാക്കാൻ വേണ്ടി പള്ളി പൊളിക്കുന്ന വിഷയം. ഫ അജാബ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബി ഖൗലിഹി ജവ്വസഹു, ഈ വിശാലതയ്ക്ക് വേണ്ടി പള്ളി പൊളിക്കുക എന്നതിനെ ജായിസാക്കിയിട്ടുണ്ട് ഇബ്നു ഉജൈൽ അൽ യമനിയു റഹിമഹുല്ല. ഇബ്നു ഉജൈൽ റഹിമഹുല്ല വിശാലമാക്കാൻ വേണ്ടി പള്ളി പൊളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വ മനഅഹുൽ അസ്ബഹിയു, അസ്ബഹി ഇമാം അത് പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. വക്കാല ബഅദു ശുറാഹിൽ വസീത്തി, വസീത്തിൻ്റെ ഷറഹുകളിൽ ചിലത്, ശാരിഹ്യങ്ങളിൽ ചില ആൾക്കാർ പറഞ്ഞു, യജൂസു ബി ഷർത്തി അൻ തദ്ഉവൽ ഹാജത്തു ഇലൈഹി, പള്ളി പൊളിക്കുന്നതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ പള്ളി പൊളിച്ച് വിശാലമാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളിയിൽ ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള പ്രയാസമുണ്ട്, അത്രയും ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യം പള്ളിയിലില്ല, ഒന്നുകൂടി പള്ളി വീതി കൂട്ടണം, വലുപ്പം കൂട്ടണം, അത് ആവശ്യമാണ്, ഹാജത്തുണ്ട്, അപ്പോൾ പള്ളി പൊളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വയറാഹുൽ ഇമാമു, ഇമാമ് അതിനെ ആവശ്യമായിട്ട് കാണുന്നുണ്ട്. ഇമാമ് പറഞ്ഞാൽ ഖാദി, ആ മഹലിൻ്റെ ഖാദി, ആ മഹലിൻ്റെ ഖത്തീബ്, ഇമാമ്, പണ്ഡിതന്മാർ, അവർക്ക് ഈ പള്ളി പൊളിച്ച് വിശാലമാക്കൽ അത്യാവശ്യമാണെന്നുള്ള അഭിപ്രായമുണ്ട്. ഔമൻ യഖൂ മഖാമഹു, അല്ലെങ്കിൽ ഇമാമിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ, ഇമാമ് പറഞ്ഞാൽ ഖലീഫാവാം, ആ നാട് ഭരിക്കുന്ന. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ലറൂറത്തിൻ്റെ ഖാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹൽ ഖാദിയാണല്ലോ, ഇസ്ലാമിക ഭരണം അല്ലല്ലോ. അപ്പോൾ ഖാദിയെ പറയാം. ഇനി ഇസ്ലാമിക ഭരണമാണെങ്കിൽ അവിടുത്തെ രാജാവിന് അഭിപ്രായമുണ്ട്, പള്ളി വിശാലത പോരാ, അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി വലിപ്പം കൂട്ടണമെന്ന അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ നായിബ് ഖാദി, ഇമാമിൻ്റെ സ്ഥാനത്ത് ആരാണോ അയാൾക്ക് അഭിപ്രായമുണ്ട്, പള്ളി പൊളിക്കണം, ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, മോടി കൂട്ടാനല്ല, ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം പള്ളിയില്ല, അങ്ങനെ വിശാലമാക്കാം എന്ന്
ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ, ഹാജത്തുണ്ടെങ്കിൽ പള്ളി പൊളിച്ച് വിശാലമാക്കാം, പള്ളി ഉഷാറാക്കാം എന്ന് അഭിപ്രായമുണ്ട്. ഫഖദ് ഫുഇല ഫി മസ്ജിദി മക്ക വൽ മദീന, മക്കയിലും മദീനയിലും ഇത് പ്രവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ഹറമിലെ പള്ളി ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജനങ്ങൾ ഉൾക്കൊള്ളാനുള്ള സാഹചര്യമില്ല. കാരണം എത്രയോ ലക്ഷങ്ങളാണ് ഓരോ സമയത്ത്, ഓരോ സെക്കൻഡിലും അവിടെ ഇങ്ങനെ ഉംറ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങൾ ഉൾക്കൊള്ളാൻ ഹറമ് വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും വെള്ളിയാഴ്ചകളിൽ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അവിടെ പോയ ആൾക്കാർക്ക് അറിയാം എന്താണ് അവിടുത്തെ തിരക്ക്. നിസ്കരിക്കാൻ പള്ളിയുടെ പുറത്തും റോട്ടിൽ വരെ ആൾക്കാർ നിന്ന് നിസ്കരിക്കുകയാണ്. കാരണം പള്ളി വിശാലമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്, പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മക്കയിലും മദീനയിലും ഇത് നടക്കുന്നുണ്ട്. മിറാറൻ ഫി സമിനിൽ ഉലമാഇ വൽ മുജ്തഹിദീന, ഒരുപാട് വലിയ വലിയ കുബ്ബാരീങ്ങളായ ഉലമാക്കളുടെ കാലത്ത്, മുജ്തഹിദീങ്ങളുടെ കാലത്ത്, ഇപ്പോഴല്ല, ഇതിൻ്റെ മുമ്പ് തന്നെ വലിയ വലിയ പണ്ഡിതന്മാർ മക്കയിലും മദീനയിലും ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഹറമിലെ പള്ളി പൊളിച്ച് വലുതാക്കിയിട്ടുണ്ട്, മദീനയിലെ പള്ളി പൊളിച്ച് വലുതാക്കിയിട്ടുണ്ട്, മസ്ജിദ് നബവി, മസ്ജിദുൽ ഹറാം പൊളിച്ച് വലുതാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ വലം യുൻകിർ അല ദാലിക അഹദുൻ, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പോലും അതിനെ എതിർത്തതായിട്ട് കണ്ടിട്ടില്ല. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, മക്കയിലെ പള്ളി പൊളിച്ച് വലുതാക്കി, മദീനയിലെ പള്ളി പൊളിച്ച് വലുതാക്കി, അന്നവിടെ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ഉലമാക്കൾ അവരാരും അതിനെ എതിർത്തതായിട്ട് കണ്ടിട്ടില്ല. മുജ്തഹിദീങ്ങൾ അവരെതിർത്തതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പള്ളി പൊളിച്ച് വലുതാക്കാം. എന്നാലോ ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനും പള്ളി പൊളിക്കുന്നുണ്ട്. എന്താണ്? മോടി കൂട്ടാൻ വേണ്ടിയിട്ട്. പഴയ പള്ളിയാണ്, 3 നിലയുണ്ട്, പഴയ പള്ളിയാണ്, ഓടിച്ച പള്ളി പഴയതാണ്, 3 നില വലിപ്പമുണ്ട്. അതിൽ 2 നിലയ്ക്കുള്ള ആളേ ഉള്ളൂ, 1 നില ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. എന്നാലും ആ പള്ളി പൊളിച്ചിട്ട് മോടി കൂട്ടുക, വലിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് വലിയ പള്ളിയാക്കുക. അത് ഇസ്ലാമികമല്ല. അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഈ ഫത്വ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുബ്ബാരിങ്ങളായ ഉലമാക്കൾ ജീവിച്ചിരുന്ന കാലത്ത് മക്കയിലെ പള്ളി ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വലുതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം അത്രയും അന്ന് അവരാരും അതിനെ എതിർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളും എതിർക്കണ്ട. ഏതിന്? വിശാലമാക്കാൻ, ജനങ്ങളുടെ ആവശ്യത്തിന് വിശാലാക്കാൻ വേണ്ടി പള്ളി പൊളിക്കുന്നതിനെ എതിർക്കണ്ട. അപ്പോൾ ആവശ്യമില്ലെങ്കിലോ ഇതിനെ തന്നെ എതിർക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേറെ പള്ളി ഉണ്ടായിക്കോട്ടെ, ഉണ്ടാക്കിയ പള്ളി പൊളിക്കണ്ട എന്ന അഭിപ്രായം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പള്ളി എന്നത് അത്രയും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. നമുക്ക് മോടി പോരാ എന്ന് മനസ്സിലാക്കി നമ്മൾ പള്ളിയാണ് പൊളിക്കുക, വേറെ ഉണ്ടാക്കുക. മോടി പള്ളി ഉണ്ടാക്കിക്കോളി, മേന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൊളിച്ചിട്ടല്ല, പുതിയൊരു പള്ളി ഉണ്ടാക്കുമ്പോൾ അല്ല മോടിയിലുണ്ടാക്കണം. കാരണം അള്ളാൻ്റെ വീടാണ്, കുറച്ച് മോടിയൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പള്ളി പൊളിക്കുമ്പോൾ കാരണം വേണം. പള്ളി എന്ന് പറഞ്ഞാൽ മൗക്കൂഫാണ്. അള്ളാഹുവിൻ്റെ മൗക്കൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് വഖഫിയാണ്. വഖഫ് പറഞ്ഞാൽ എന്താ അതിൻ്റെ താരീഫ്? ഒരു സാധനത്തെ തൻ്റെ അധികാരത്തിൽ നിന്ന് പൊതുവായ അള്ളാഹുവിൻ്റെ അധികാരത്തിലേക്ക് നമ്മൾ നക്കൽ ചെയ്യുന്നതിനാണ് വഖഫ് പറഞ്ഞത്. ഞാൻ എൻ്റെ സാധനം വേറൊരാളിലേക്ക് കൊടുത്താൽ പിന്നെ അത് അയാളുടേതാണ്, ഇക്കയിൽ പിന്നെ അവകാശമൊന്നുമില്ല. പള്ളി അള്ളാഹുവിൻ്റെ ഭവനാണ്. മസ്ജിദ് അള്ളാഹിൻ്റെ സ്ഥലം, അള്ളാഹിൻ്റെ പള്ളി അള്ളാഹിൻ്റെ അധികാരത്തിലേക്ക് പോയി. ഇനി അത് തിരിച്ചു കിട്ടൂല, അത് അള്ളാഹിൻ്റെതാണ്. അത് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന് കൊടുത്തു. ബാബരി മസ്ജിദ് അള്ളാഹിൻ്റെതാണ്, അത് നമ്മൾ അള്ളാഹുവിന് കൊടുത്തു. ഇഞ്ഞത് എന്താവൂല, അത് അള്ളാഹിൻ്റെ ആ മിൽക്കിൽ നിന്ന് ഒരിക്കലും ആ മൗക്കൂഫ് നീങ്ങിപ്പോവില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൗഹാർദ്ദമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവിടെ രാമക്ഷേത്രം ഉണ്ടാകുന്നതും നമ്മൾ സ്വാഗതം ചെയ്യുന്നു, അപ്പുറത്ത് വേറെ സ്ഥലത്ത് ബാബരി മസ്ജിദ് ഉണ്ടാകുന്നതും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതൊക്കെ നമുക്ക് സൗഹാർദ്ദവും രാഷ്ട്രീയമൊക്കെ ലക്ഷ്യം വെച്ച് പറയാൻ പറ്റുന്ന വാക്കുകളാണ്. പക്ഷേ ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് ആ സ്ഥലം, ആ പള്ളി, അത് അള്ളാഹിൻ്റെ പള്ളി തന്നെ, ഇന്നും പള്ളി തന്നെയാണ്, അന്നും പള്ളി തന്നെയാണ്. കാരണം അത് ഇൻതക്കല ഇലല്ലാ, അള്ളാഹുവിലേക്ക് നക്കൽ ചെയ്തു, നീങ്ങി, അള്ളാഹുവിൻ്റെ മിൽക്കിലേക്ക് നീങ്ങി. ഇനി അത് ആരവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് പള്ളി തന്നെയാണ്. ആ പള്ളി പള്ളിയായിട്ട് തന്നെ തുടരും, പൊളിച്ചിട്ടും കാര്യമില്ല. കാരണം അവിടെ ആ സ്ഥലം പള്ളിക്ക് മൗക്കൂഫാണ്. നമ്മൾ പ്രസ്താവനകളൊക്കെ ഇറക്കുമ്പോൾ നല്ല സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. ബാബരി മസ്ജിദ് നമ്മൾ മതസൗഹാർദ്ദത്തിന് വേണ്ടി രാമക്ഷേത്ര നിർമ്മാണം, അതിൻ്റെ ശിലാസ്ഥാപനം നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അതിന് പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്? അത് ഒരു വിഭാഗം ആരാധിക്കുന്ന ഒരു സ്ഥലമല്ലേ? അല്ല, അത് പള്ളിയാണ്. അത് വഖഫ് ചെയ്ത സ്ഥലമാണ്, പള്ളിയാണ്. പള്ളിയിൽ ഉള്ള കയ്യേറ്റം ഒരിക്കലും ഒരു ഈമാനുള്ള മനുഷ്യൻ്റെ മനസ്സ് അംഗീകരിക്കില്ല. ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അതിന് പ്രതികരിക്കുന്നതിന് നമുക്ക് പരിമിതികളുണ്ട്. എന്നാലും ആ പരിമിതി വെച്ചുകൊണ്ട് നമ്മൾ പ്രതിഷേധിക്കുന്നു. കാരണം അള്ളാഹിൻ്റെ പള്ളിയാണ്, ഒരിക്കലും അത് നീങ്ങൂല. ആ വിശ്വാസം നമുക്കുണ്ട്, അത് ആരെന്ത് പറഞ്ഞാലും നീങ്ങൂല. പിന്നെ സൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഈമാനിനെ നമ്മൾ മാറ്റാൻ പാടില്ല. അള്ളാഹിൻ്റെ പള്ളി അള്ളാഹിൻ്റെ പള്ളി തന്നെയാണ്.
മോടി പിടിപ്പിക്കാൻ വേണ്ടി പോലും പള്ളി പൊളിക്കരുത് എന്ന് പറഞ്ഞ മതമാണ് നമ്മുടെ മതം. അതാണ് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഫത്വ കൊടുത്തത്. പിന്നെ എങ്ങനെ നമ്മൾ ബാബരി മസ്ജിദ് പൊളിച്ചതിനെ സ്വാഗതം ചെയ്യും? എങ്ങനെ നമ്മൾ അവിടെ പ്രതിഷ്ഠയെ സ്വാഗതം ചെയ്യും? അത് മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനാ വിഷയമാണ്. അതുകൊണ്ട് നമുക്കൊരു സന്തോഷമുള്ളൂ എന്ന് നമ്മളെങ്ങനെ പറയും? അതിൻ്റെയൊക്കെ ലക്ഷ്യം വേറെയാണ്. ഈമാൻ നമ്മുടെ മനസ്സിലില്ല എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ്. അത്തരം പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ പള്ളി, അള്ളാഹിൻ്റെ ദീന് മറ്റെന്തിനേക്കാളും വലുത് അതാണ്. ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും ഈമാനിനെയും ദീനിനെയും മുറുകെ പിടിക്കുക, മതപരമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വാഹിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.